നമസ്കാരം. മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് EPL നടന്ന ചെൽസി മാഞ്ചസ്റ്റർ സിറ്റി മത്സരത്തിന്റെ വിശേഷങ്ങളാണ്. അപ്പൊ കോണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങൾക്ക് ശേഷമാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഒരു മെച്ചപ്പെട്ട പെർഫോമൻസ് നമ്മൾ കാണുന്നത്. ഇന്ന് 3-1 അവർ ചെൽസിയെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ പുതിയ സൈനിങ് ആയിട്ടുള്ള കുസനോവ്, മാർമുഷ് രണ്ടുപേരും ഇന്ന് സ്റ്റാർട്ടിംഗ് 11 ഉണ്ടായിരുന്നു. നമുക്കറിയാം, പുതിയ പ്ലേയേഴ്സിന് അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാവും. പെട്ടെന്ന് വന്നിട്ട് EPL കളിക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. കുസനോവ് ഇന്നത്തെ മത്സരത്തിൽ ഇറങ്ങി 2-ാം മിനിറ്റിൽ തന്നെ ഒരു ബ്ലണ്ടർ കാണിക്കുന്നു. പുള്ളി ഒരു റിവേഴ്സ് പാസ് കൊടുക്കാൻ ഹെഡ് ചെയ്തതാണ്, പക്ഷേ അത് നല്ല രീതിയിൽ കണക്ട് ആയില്ല. ജാക്സണ് ആ ബോള് കിട്ടുന്നു. പുള്ളി ഒരു ടാപ്പിന് ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് മധുവയ്ക്ക് അത് 1-0 ലീഡിലേക്ക് എത്തിക്കുകയും ചെയ്തു. അങ്ങനെ 2-ാം മിനിറ്റിൽ ചെൽസി 1-0 ലീഡിലേക്ക് എത്തുകയാണ്. അപ്പൊ ചെൽസിക്ക് 2-3 അവസരങ്ങൾ ആദ്യത്തെ ഒരു 15-20 മിനിറ്റിനുള്ളിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇവിടെ കുസനോവിന്റെ മറ്റൊരു മിസ്റ്റേക്ക് വന്നു. ഇതൊരു യെല്ലോ കാർഡിലേക്ക് പോയി. 4-ാം മിനിറ്റിൽ പുതുതായിട്ട് വന്ന പ്ലെയർക്ക് യെല്ലോ കാർഡ് കിട്ടുകയും ചെയ്തു. അതുകൂടാതെ 1-2 മിസ്റ്റേക്കുകൾ പുള്ളിയുടെ സൈഡിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് കൺവേർട്ട് ചെയ്യാൻ ചെൽസിക്ക് കഴിയാതെ പോയി. പിന്നീട് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ചെൽസിക്ക് കിട്ടുകയാണ്. കോൾ പാമറുടെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു കൗണ്ടർ അറ്റാക്കിംഗ് റൺ, ഒരു 1-on-1 ചാൻസ്, കളി കില്ല് ചെയ്യാനുള്ള ചാൻസ് അതായിരുന്നു എന്ന് പറയേണ്ടി വരും. പക്ഷേ പുള്ളി ആ സമയത്ത് ഡയറക്റ്റ് ആയിട്ട് ഒരു ഷോട്ട് എടുക്കുന്നതിന് പകരം ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള ജാക്സന് വേണ്ടിയിട്ട് ബോൾ പാസ് ചെയ്യാണ്. അൺഫോർച്ചുനേറ്റ്ലി ആ പാസ് കുറച്ച് വൈഡിലേക്ക് പോയി. എനിക്ക് തോന്നുന്നു പാമർ പോലുള്ള പ്ലെയറിന്റെ സൈഡിൽ നിന്ന് അങ്ങനെ ഒരു പാസ് നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. വൈഡിലേക്ക് പോയതോടെ കുസനോവ് കളിയിലേക്ക് തിരിച്ചു വന്നു. പിന്നീടുള്ള ഷോട്ട് പുള്ളി ബ്ലോക്ക് ചെയ്യുകയും ചെയ്തു. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ചെൽസി അവിടെ കളഞ്ഞു കുളിച്ചത് എന്ന് പറയേണ്ടി വരും. ഇപ്പൊ സിറ്റി പോലുള്ള ടീമിൽ ആദ്യം കിട്ടുന്ന ചാൻസുകൾ കൺവേർട്ട് ചെയ്യുക, ആ ലീഡ് 2-ലേക്കോ 3-ലേക്കോ കൊണ്ടുപോകേണ്ടത് വളരെ വളരെ ക്രൂഷ്യലാണ്. പിന്നീടുള്ള മത്സരം കണ്ടാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. പക്ഷേ സിറ്റി ഇവിടെ പതുക്കെ കളിയിലേക്ക് തിരിച്ചു വന്നു. അവര് പൊസിഷൻ കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. കുറച്ചുകൂടി ഗ്രാജുവൽ ആയിട്ട് കളിയിലേക്ക് തിരിച്ചു വരാൻ തുടങ്ങി. 1-2 ചാൻസുകളൊക്കെ അവർ ക്രിയേറ്റ് ചെയ്തു. പുതുതായിട്ട് സൈൻ ചെയ്തിട്ടുള്ള ഒമർ മാർമുഷിന്റെ പെർഫോമൻസ് എടുത്തു പറയേണ്ടതുണ്ട്. കാരണം അതുപോലുള്ള ഒരു പ്ലെയർക്ക് എന്ത് മാറ്റമാണ് ടീമിൽ കൊണ്ടുവരാൻ കഴിയാന്ന് ഇന്നത്തെ ഫസ്റ്റ് ഹാഫ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പുള്ളിയുടെ കൃത്യമായിട്ടുള്ള റണ്ണ് വരുന്നു, എഫേർട്ട് വരുന്നു, ഷോട്ട് അടിക്കാനുള്ള ഒരു ശ്രമം, ഒരു ബോള് പുള്ളി ഒരു കിഡിലെ ഫിനിഷിലൂടെ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി പക്ഷെ ഓഫ് സൈഡ് ആയത് കാരണം ആ ഒരു ഗോള് അനുവദിച്ചില്ല. അല്ലെങ്കിൽ ഫസ്റ്റ് ഹാഫ് തന്നെ ഒമർ മാർമുഷിന്റെ ഒരു ഗോള് ഇന്നത്തെ മത്സരത്തിൽ ഉണ്ടായിരുന്നു. പിന്നീട് പതുക്കെ സിറ്റി കളിയിലേക്ക് ഗ്രോ ചെയ്തുകൊണ്ടിരുന്നു. ഇവിടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത് വിങ്ങേഴ്സിന്റെ ഒരു മൂവ്മെന്റ് ആണ്. ഇപ്പോ വാഡിയോൾ ആയാലും മത്തൈസ് ന്യൂനസ് ആയാലും 2 വിങ്ങിലൂടെ വന്ന് അറ്റാക്ക് ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഇവിടെ മാർമുഷും ഹാലൻഡും ഡിഫൻഡേഴ്സിനെ ട്രാക്ക് ചെയ്യുന്നു. ആ സ്പേസിലേക്കാണ് വാഡിയോളും മത്തൈസ് ന്യൂനസും ഓടിക്കയറുന്നത്. അങ്ങനെ ഒരു ലോങ് ബോൾ വരുന്നു. ആ ബോള് വളരെ കൃത്യമായി ന്യൂനസ് കണക്ട് ചെയ്യുന്നു. ഇവിടെ ന്യൂനസ് ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ് എടുക്കുകയാണ്. സാഞ്ചസ് ആ ഷോട്ട് സേവ് ചെയ്തു. പക്ഷേ ഡിഫ്ലക്റ്റ് ആയിട്ട് വന്നിട്ടുള്ള പന്ത് ലെഫ്റ്റ് വിങ്ങിലേക്ക് പോയി. ഇവിടെ റൈറ്റ് പ്ലേസ് അറ്റ് ദ റൈറ്റ് ടൈം എന്ന് പറഞ്ഞതുപോലെ വാഡിയോള് ഈ ബോൾ റിസീവ് ചെയ്തുകൊണ്ട് ഒരു കിഡിലം ഷോട്ടിലൂടെ 1-1 കളിയിലേക്ക് തിരിച്ചു വന്നു. അങ്ങനെ ഫസ്റ്റ് ഹാഫ് അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പ് സിറ്റി കളിയിലേക്ക് തിരിച്ചു വരികയാണ്. സെക്കൻഡ് ഹാഫിൽ നോക്കുമ്പോൾ മറ്റൊരാളുടെ പെർഫോമൻസ് ആണ് നമ്മൾ കണ്ടത്. അത് ഏർലിംഗ് ഹാലൻഡിന്റെ ഒരു പെർഫോമൻസ് ആണ്. ഇപ്പൊ പണ്ടൊക്കെ നമ്മൾ കണ്ടിരുന്നത് സിറ്റിയുടെ വളരെ ഷോർട്ടായിട്ടുള്ള പാസുകൾ, മിഡ്ഫീൽഡിലൂടെ ത്രൂ ബോൾസ്, അല്ലെങ്കിൽ വിങ്ങിലൂടെ വന്നിട്ട് ബോക്സിലേക്ക് കയറി അറ്റാക്ക് ചെയ്ത് ഇതുപോലുള്ള മൂവ്മെന്റ്സ് ആണ്. പക്ഷേ സെക്കൻഡ് ഹാഫിൽ എഡേഴ്സന്റെ ലോങ് ബോളുകൾ, ഹാലൻഡിനെ ലക്ഷ്യമാക്കിയിട്ടുള്ള ലോങ് ബോളുകൾ കൃത്യമായിട്ട് വരുന്നുണ്ടായിരുന്നു. 1-2 പ്രാവശ്യം ഹാലൻഡ് ഒരു ഷോട്ടിലേക്കൊക്കെ എത്തി, പക്ഷേ പുള്ളിക്ക് അത് കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ല. എന്നാൽ പിന്നീടാണ് ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഫിനിഷ് നമ്മൾ കാണുന്നത്. ഇതേപോലെ എഡേഴ്സിന്റെ ഒരു ലോങ് ബോൾ വരുന്നു. ഷീൽഡ് ചെയ്തുകൊണ്ട് ഹാലൻഡ് ഈ ബോൾ റിസീവ് ചെയ്ത് മുമ്പോട്ട് പോകുന്നു. അതിനുശേഷം പുള്ളിയെ മാർക്ക് ചെയ്യാൻ ഡിഫൻഡർ ഉണ്ടായിരുന്നു. ഇവിടെ സാഞ്ചസിന് പറ്റിയിട്ടുള്ള ഒരു അബദ്ധം എടുത്തു പറയേണ്ടതുണ്ട്. പുള്ളി 18 യാർഡ് ബോക്സിന്റെ എഡ്ജിലേക്ക് വരേണ്ട യാതൊരു ആവശ്യകത ഉണ്ടായിരുന്നില്ല. പക്ഷെ
അനാവശ്യമായിട്ട് സാഞ്ചസ് ലെഫ്റ്റ് വിങ്ങിന്റെ കോർണറിലേക്ക് കയറി വന്നു. അപ്പോഴാണ് ഹാലൻഡിന് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. പുള്ളി ഒരു ടച്ച് എടുത്തുകൊണ്ട് സാഞ്ചസിന് മുകളിലൂടെ ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഷോട്ട് എടുക്കുന്നു. അങ്ങനെ ഔട്ട് ഓഫ് നോവർ സിറ്റി 2-1 എന്നുള്ള സ്കോറിലേക്ക് വരികയാണ്. പുള്ളിക്ക് വേണമെങ്കിൽ എനിക്ക് തോന്നുന്നു ആ ചിരിയൊക്കെ കണ്ടെന്നൊക്കെ മനസ്സിലാവും, ഞങ്ങൾ കളിയിലേക്ക് തിരിച്ചു വന്നു എന്ന് സൂചിപ്പിക്കുന്ന ഒരു പെർഫോമൻസ് ആണ് ഹാലൻഡിന്റെ സൈഡിൽ നിന്ന് നമ്മൾ കണ്ടത്. അധികം വൈകാതെ മറ്റൊരു ഓപ്പർച്യൂണിറ്റിയും ഹാലൻഡ് ക്രിയേറ്റ് ചെയ്തു. ഇവിടെ എഡേഴ്സന്റെ മറ്റൊരു ലോങ് ബോൾ, ഡിബ്രോയിൻ ഈ ബോള് ഹാലൻഡിലേക്ക് ഹെഡ് ചെയ്യുന്നു. ഹാലൻഡ് 3 പേരെ മാർക്ക് ചെയ്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. ചെൽസിയുടെ 3 ഡിഫൻഡർമാർ ചുറ്റും നിൽക്കുമ്പോൾ ബോൾ കൺട്രോൾ ചെയ്തിട്ട് ഒരു ടച്ച് എടുത്തുകൊണ്ടാണ് ആ പാസ് ഫോർഡിലേക്ക് കൊടുക്കുന്നത്. ഫോർഡിന്റെ കറക്റ്റ് ആയിട്ടുള്ള റണ്ണ് എടുത്തു പറയേണ്ടതുണ്ട്. ഒരു 1-on-1 ചാൻസ് സാഞ്ചസുമായിട്ട് ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്കും റൈറ്റ് ഹാൻഡ് സൈഡിലും ഒക്കെ ഫോർഡ് നോക്കുന്നുണ്ട്. പക്ഷേ ലെഫ്റ്റ് വിങ്ങിന്റെ കോർണറിലേക്ക് ഒരു ബ്രില്യൻ ഷോട്ട് എടുക്കുന്നു. സാഞ്ചസിന് അത് പിടിക്കാൻ പറ്റിയില്ല. അങ്ങനെ 3-1 എന്നുള്ള സ്കോറിലേക്ക് സിറ്റി വളരെ ശക്തമായിട്ട് കളിയിലേക്ക് തിരിച്ചു വന്നു. ഇന്നത്തെ പോസിറ്റീവ്സ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ 15 മിനിറ്റ്സ് മാറ്റി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ സൈനിങ്സ് ഒക്കെ നല്ല പെർഫോമൻസ് ആയിരുന്നു. സബ്സ്റ്റിറ്റ്യൂഷൻ കാര്യമായ രീതിയിൽ ഇന്നത്തെ കളിയിൽ ഇമ്പാക്ട് ചെയ്തില്ല. പൊസിഷൻ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ സിറ്റിക്ക് കഴിഞ്ഞു. കാരണം ആ ബിൽഡപ്പ് പ്ലേ ചെയ്യുന്നൊന്നും കാര്യമായിട്ടുള്ള മിസ്റ്റേക്സ് ഒന്നും വരുത്താത്ത സിറ്റിയെ നമ്മൾ കണ്ടു. ഡിഫൻസ് നോക്കിയാലും ഒരു പരിധി വരെ സിറ്റി പിടിച്ചു നിന്നു എന്ന് പറയേണ്ടി വരും. അപ്പൊ ചെൽസിയുടെ സൈഡ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ഹാഫിലും 1-2 ചാൻസുകൾ ചെൽസി ക്രിയേറ്റ് ചെയ്തു. കോൾ പാമറിന് ചാൻസുകൾ ഉണ്ടായിരുന്നു. ഇപ്പൊ ജാക്സൺ അതേപോലെ തന്നെ 1-2 ചാൻസുകൾ മിസ് ചെയ്തു. അപ്പോൾ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ ചാൻസുകളൊന്നും ചെൽസിക്ക് സെക്കൻഡ് ഹാഫിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. അങ്ങനെ കളി അവസാനിക്കുമ്പോൾ 3-1 എന്ന ലീഡോടെ സിറ്റി വിജയിക്കുകയും ചെയ്തു. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.